പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ. സഹോദരന്മാരെ, നമുക്ക് വീണ്ടും തമ്പുരാൻ ഒരു പ്രഭാതം കൂടെ തന്നു. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു പ്രഭാതം പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കൊന്നും യാതൊരു ഉറപ്പുമില്ല. അതുപോലുള്ള അവസ്ഥകളൊക്കെ കടന്നു പോകുന്ന മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് ഓരോരോ പ്രഭാതം ദൈവം തമ്പുരാകുമ്പോൾ ആ ദൈവത്തിന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ സ്തുതിക്കണം. തമ്പുരാനെ, ഒരു പ്രഭാതം കൂടെ എനിക്ക് കാണാൻ പറ്റിയല്ലോ, ഇന്നത്തെ ദിവസം എനിക്ക് നീ തന്നല്ലോ എന്നോർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജോലി ആരംഭങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും. അത് നമ്മൾ ആരും മറന്നു പോകരുത്, ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ അവിടുന്ന് നമ്മുടെ കാര്യത്തിന് ശ്രദ്ധാലുവാണ്. ഒരിക്കലും നമ്മൾ തള്ളിക്കളയുകയില്ല. ശത്രുക്കൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നമ്മുടെ വഴിയിൽ ഒരു ബ്ലോക്കും ഉണ്ടായിരിക്കുകയില്ല. എല്ലാം ക്ലിയറാക്കി തരും. ഒരു ശത്രുക്കളും നമ്മുടെ മേൽ ഒരു അധികാരവും ഉണ്ടാക്കിയിരിക്കില്ല. അതാരും മറന്നു പോയാൽ അവനവന് ദോഷം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണേ എന്ന് നമ്മൾ എന്നും ഒരു വടിയെടുത്ത് പുറകെ നടന്ന് പഠിപ്പിക്കാൻ, ഇത് 1-ാം ക്ലാസ്സിലും നഴ്സറിയിലും LKG UKG പഠിക്കുന്ന കുട്ടികളല്ലല്ലോ, നമ്മൾ മുതിർന്നവരല്ലേ. നമ്മളൊരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ജ്ഞാനം നമ്മൾക്കുണ്ടായിരിക്കണം. അതാണ് ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനി ഭവനത്തിൽ വസിക്കുന്നവർക്കും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കും അതെന്നും ഒരു പാഠമായിരിക്കണം. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അപകടത്തിലേക്ക് കാല് വെക്കുന്നതിന് തുല്യമാണ്. പിന്നെ വീണ് പോയാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ചിലപ്പോൾ കർത്താവ് കൈനീട്ടി തന്നെന്ന് വരില്ല. കാരണം നമുക്ക് വേണ്ടതെല്ലാം തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിശബ്ദത പാലിക്കുകയുള്ളൂ. ഇനി ആരെയും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. കാരണം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അവിടുന്ന് അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ തോന്നിവാസം പോലെ പോയാൽ നമ്മൾ കുത്തനെയിടിഞ്ഞ് വീഴും. അത് കുറ്റക്കാരൻ കർത്താവല്ല, നമ്മളാണ്. കാരണം നമുക്ക് തന്നേരം നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ വരുന്ന കുഴപ്പങ്ങളാണ് ഈ അപകടങ്ങളുടെ മുന്നറിയിപ്പ്. അത് ശ്രദ്ധിച്ചാൽ അവനവൻ്റെ ജീവിതത്തിനും അവനവൻ്റെ ആരോഗ്യത്തിനും അവനവൻ്റെ ഭാവിക്കും നല്ലതായിരിക്കും. അതിലുപരിയായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേരാനും അതൊരു നേർവഴിയായിരിക്കും. തെറ്റുകുറ്റം പറ്റാത്തവരില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോപം അടക്കണം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കണം, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴും നമ്മൾ അലറി വിളിച്ചുള്ള കോപിക്കലും മറ്റുള്ളവരുടെ തട്ടിക്കയറുന്നുള്ള സ്വഭാവവും പെട്ടെന്ന് നിർത്തിക്കളയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറ്റി നമ്മൾ എങ്ങോട്ടെങ്കിലും മാറി പോയിക്കൊള്ളണം. കോപം അടങ്ങുമ്പോൾ തിരിച്ചു വരിക. കോപം നമ്മുടെ ജീവിതത്തിലെ ഭയങ്കരമായ അപകടം നമ്മൾ വരുത്തും. ഭയങ്കരമായ വീഴ്ചയിലേക്ക് നമ്മൾ തള്ളിയിടും. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഒരൊറ്റ കോപം നിമിത്തമാണ്. കോപിക്കരുത്. കോപിക്കാതിരിക്കാത്തൊരു മനുഷ്യരും ഇല്ല. പക്ഷെ അപകടം വരുത്തി വെക്കുന്ന ചില കോപങ്ങളുണ്ട്. അത് സാത്താൻ്റെ കിണിയും തന്ത്രവുമാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു നന്മ വരുന്നുണ്ടോ എന്ന് കണ്ടാൽ അവൻ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും. കോപിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം അവനുണ്ടാക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനോട് ചുരം മാന്തും. നമ്മുടെ മനസ്സിലിരുന്നുണ്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവൾ നിന്നോട് അങ്ങനെ ചെയ്തു, അവൻ നിന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ നിന്നെ അങ്ങനെ പറഞ്ഞു, അവൾ നിന്നെ ഇങ്ങനെ പറഞ്ഞു, അല്ലെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, നീ അത് പോയി ചോദിക്കണം, പറയണം. ഇങ്ങനെയുള്ള പ്രേരണ നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്ന ആരാണ്? ഈ സാത്താന. അതിൽ നിന്നും അത് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അത് അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് പിന്മാറുക. ആ ചിന്തയ്ക്ക് ചെവി കൊടുക്കാതെ അപ്പം തന്നെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ ചിന്ത നമ്മളിന്ന് മാറ്റിക്കളയാൻ പ്രാർത്ഥിക്കണം. അത് ശരിയാണ്, നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും വരുന്ന എല്ലാം ശരിയാണെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. പക്ഷെ മറുവശത്ത് തെറ്റോ കുറ്റങ്ങളോ ഉണ്ടായിരിക്കാം. അത് അവഗണിച്ച് മുന്നോട്ട് പോവുക. അത് കുറച്ച് നേരത്തേക്ക് വിട്ട് കളയുക. അതിന് തെറ്റ് ചെയ്തല്ലോ, അത് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രവർത്തിച്ചല്ലോ എന്ന് ഓർത്ത് നമ്മൾ എടുത്തടിച്ച് നമ്മൾ ഒന്നും ചെയ്യണ്ട. അതവിടെ വിട്ട് കളഞ്ഞേക്കുക. ഈ ദേഷ്യം അടങ്ങി കഴിയുമ്പോൾ സാത്താൻ നമ്മൾ പരാജയപ്പെട്ട് പിന്മാറും. തൽക്കാലത്തേക്ക് ആ ഒരു പ്രവൃത്തികൾക്ക് മാത്രമേ പിന്മാറുകയുള്ളൂ. തീർത്തും വിട്ട് മാറുമൊന്നുമില്ല അവനെന്നും നമ്മളെ ഇങ്ങനെ മാന്തിക്കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എവിടെ ഇട്ട് ഇവനെ കൊടുക്കണം, എവിടെ ഇട്ട് ഇവളെ കൊടുക്കണം എന്നോർത്ത്. പള്ളി പോകരുത്, പള്ളി പോകാൻ വരുന്ന നമുക്ക് അലസത, മടി, പിന്നെ പോകണ്ട, എന്നും പള്ളി പോയിട്ടിപ്പോൾ എന്താ കാര്യം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കുത്തി നിറച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രേരണ വരുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ബലം പ്രയോഗിച്ച് നമ്മൾ പോയിരിക്കണം. മനസ്സിലായില്ലേ? അതാദ്യം നമ്മൾ ചെയ്യണം. നമ്മുടെ കോപം അടക്കുക. കോപത്തെ പറ്റി തന്നെയാണ് കോപം കൊണ്ട് വന്ന നാശനഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെയുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഭവിഷ്യത്തുകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്, പെട്ടെന്ന് പിടികിട്ടുന്നത് കൊണ്ടാണ്. ഞാൻ കോപിച്ചത് മനുഷ്യരോടല്ല,
സാക്ഷാൽ നമ്മുടെ തമ്പുരാൻ കർത്താവിനോട് തന്നെയാണ് ഞാൻ കുറിച്ചത്. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അപകടത്തിൽ ഞാൻ വീണ് പോവുകയും തകർന്നടിഞ്ഞു പോവുകയും ചെയ്തൊരു സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് പലരിലും ഞാനിത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് അപകടം മനസ്സിലാകും. പക്ഷെ അവരോടിത് പറഞ്ഞൊന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു സംവിധാനത്തിലും സാഹചര്യത്തിലും ആയിരിക്കില്ല ഞാൻ അവരെ കാണുക. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ വെച്ച് നമുക്കിപ്പോൾ എല്ലായിടത്തും വെച്ച് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും വെച്ച് നമുക്ക് വചനം പറയാൻ പറ്റിയല്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതാണ് ദൈവികവും സാത്താനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇവൻ എവിടെയും അതിക്രമിച്ച് കയറാൻ ഇവന് പറ്റി. ഇവനൊരു തടസ്സങ്ങളും എവിടെയും ഇല്ല. പക്ഷെ നമ്മൾ വചനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് എല്ലാ സ്ഥലത്തും നിന്ന് നമുക്കത് പറയാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എടുത്ത് ചാടരുത്. അതിനെന്തെങ്കിലും ഒന്നോ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക. പക്ഷെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റിയല്ല. അതുപോലെ നമ്മുടെ മനസ്സിനെ അവർ തകർത്ത് കളയും. അപ്പം നമ്മൾ അലറി വിളിച്ചു പോകും. അരിശം കൊണ്ട്, ദേഷ്യം കൊണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കോപം. അത് ഭയങ്കര അപകടകരമാണ്. നമ്മളൊരു മനുഷ്യനെ തല്ലുന്നതിനേക്കാളും കൂടുതൽ അപകടകരമാണ്. അത് ശ്രദ്ധിക്കണം. ഭയങ്കര അപകടമാണ്. അപ്പം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് നല്ല മഴയാണ്. ആ ഒരു ഇരുളിമയാണ്. വീട്ടിൽ തന്നെ ഒരു ഇരുളിമയാണ്. ഒന്നും തെളിഞ്ഞ് കാണുന്നില്ല. ഇന്ന് വചനം വായിക്കുമ്പോൾ തന്നെ എനിക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഒന്നും തെളിഞ്ഞ് കാണുന്നില്ല. ആ മൂടൽ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് നമ്മുടെ ക്രിസ്ത്യാനി പെൺകുട്ടികളോട് പറയാനുള്ളൊരു പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ അനുസരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ വിവാഹിതയാകുന്ന കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ, അത് ഈ ലോകത്തിലേക്ക് ലയിച്ചു ചേരാനുള്ളതല്ല. വിവാഹത്തിന് അതിൻ്റെതായ പവിത്രതകളുണ്ട്. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ വിവാഹിതയാകുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിനുള്ള മിന്നും അവിടെ അടങ്ങളൊക്കെ നിങ്ങൾ ധരിക്കുന്നുമുണ്ട്. അതും ശരിയാണ്. പക്ഷെ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊരു സീമന്തരേഖയുണ്ട് ഇവിടെ ഈ നെറ്റി ചൂടുന്ന ഒരു കുങ്കുമം. അത് ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? ഒറിജിനൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണോ? ക്രിസ്തുവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരാണോ? എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു പൊട്ട് നിങ്ങൾ തൊടരുത്. അത് അപകടമാണ്. നമ്മൾക്കുള്ളതല്ല. നമ്മൾക്കുള്ളതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. നമ്മൾക്ക് ഉള്ളതല്ലാത്തതിനെ നിങ്ങൾ തള്ളിക്കളയുക. നമ്മുടേതല്ലാത്തതിന് നിങ്ങൾ തള്ളിക്കളയണം. അത് നിങ്ങൾക്ക് ഭയങ്കര അപകടമുണ്ടാക്കും. അതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു സമാധാനം സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ഈ ഒരു സാധനം നിങ്ങളുടെ നെറ്റിക്ക് വെച്ചാൽ അത് നമ്മൾക്കുള്ളതല്ല. മറന്നു പോകരുത്. നിങ്ങൾ എന്ത് മേന്മയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത്? എന്ത് ഗുണമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത്? എന്തടയാളമാണ്? ആരാണ് നിങ്ങൾക്ക് ഈ അടയാളം തന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ അടയാളം തന്നത്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? ആര് പറഞ്ഞു നിങ്ങളുടെ നെറ്റിയിൽ ഇത് വേണമെന്ന്? നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന നെറ്റിയാണത്. അവിടെ വെക്കേണ്ട പൊട്ടല്ലത്. മനസ്സിലായില്ലേ? കുരിശ് വര എന്ന് പറഞ്ഞ് അതിൻ്റെതായ വിലയുണ്ട്. കർത്താവിൻ്റെ രക്തത്തോളം വിലയുണ്ട് അതിന്. കർത്താവിനോ, കർത്താവിൻ്റെ രക്തത്തിനോ, കർത്താവിൻ്റെ കുരിശിനോ ഒരു വിലയിടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുകയുമില്ല. ഒരു പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിക്കും സാധിച്ചിട്ടില്ല. ആ കുരിശ് വരയ്ക്കുന്ന നെറ്റിയിൽ നിങ്ങളോട് ആര് പറഞ്ഞു ഈ പൊട്ട് വെക്കാൻ? ഈ പൊട്ട് വെക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? നിങ്ങൾ ഭർത്തമതി ആവണം നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ആ ഒരു പൊട്ടിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ വിവാഹിതരാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നെറ്റിൽ അതുകൊണ്ട് ചാർത്തേണ്ട ആവശ്യവുമില്ല. ഞാൻ കർശനമായിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത അനർത്ഥങ്ങൾ വലിച്ചു വരുത്തുന്നതാണ്, വിളിച്ചു വരുത്തുന്നതാണ്. അത് നിങ്ങളുടെ കുടുംബത്തെ തകർക്കും, താറുമാറാക്കും. വേണ്ടാത്തത് എടുത്ത് തലയിൽ വെക്കരുത്. വേണ്ടാത്ത എടുത്ത് മടിയിൽ വെക്കരുത്. വേണ്ടാത്ത കൈ പിടിക്കരുത്. തള്ളേണ്ടത് തള്ളണം. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇല്ലെങ്കിൽ വരുന്നത് നിങ്ങൾ തന്നെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല മക്കളെ. നിങ്ങൾക്ക് അവൻ്റെ ഭവിഷ്യത്ത് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുടെ കാര്യങ്ങളുണ്ട്. അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനെ നേരിടണമെങ്കിൽ കർത്താവ് തന്നെ വരണം. ആ കർത്താവിൻ്റെ നെറ്റിയിലാണ് നിങ്ങളിത് കയറ്റി വെക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഞാൻ എൻ്റെ വചനം ഇവിടെ പൂർത്തിയാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പൂർത്തിയാക്കല്ല, വചനം വായിച്ചിട്ട് പൂർത്തിയാക്കാൻ പോവാണ്. ഇന്ന് എനിക്ക് ഇത്ര പറയാനേ ഉള്ളൂ. പറയാനല്ല, ഇവർ ഇരുളമയായതുകൊണ്ടൊന്നും തെളിഞ്ഞ് കാണുന്നില്ല. അതുകൊണ്ടാണ്. സങ്കീർത്തനം 19 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ആകാശം അതിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു.
വാനവിധ വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകലിനോട് അഭിരാമം സംസാരിക്കുന്നു. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവരുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. എത്ര കരുണയോടാണ്, എത്ര കരുതലോടെയാണ് കർത്താവ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ആ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ അഹങ്കരിക്കുന്നു നമ്മുടെ നേട്ടമാണെന്നോർത്ത്. ഒന്നും നമ്മുടെ നേട്ടമല്ല, നമുക്കൊന്നും നേടാനും കഴിഞ്ഞിട്ടില്ല. എല്ലാം അവിടുത്തെ ദാനമാണ്. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അവരുടെ സ്വരം എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്ന് പുറത്തു വരുന്നു. മലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാക്കുന്നു. അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല. അത് കർത്താവിന്റെ സൃഷ്ടിയാണ് സൂര്യൻ. അവന്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും സാധിക്കുകയില്ല. പിന്നെയാണോ കർത്താവിന്റെ സൃഷ്ടിയിൽ നമുക്ക് ഒളിക്കാൻ സാധിക്കുന്നത്? കർത്താവിന്റെ കണ്ണിൽ നിന്ന് എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ പ്രവൃത്തികളെല്ലാം കർത്താവ് കാണുന്നില്ലേ? ഇല്ലേ? കർത്താവിന്റെ നിയമം അവികാലമാണ്. അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്. അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തവുമാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ എത്ര വിജ്ഞാനത്തോടെ, എത്ര കരുതലോടെ നമുക്ക് തരുന്ന ഓരോരോ വചനങ്ങളെന്നറിയാവോ? ഇതൊക്കെ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട്, ഇതൊക്കെ കയ്യിലിരുന്നുകൊണ്ടാണ് നമ്മൾ ഓടി നടന്ന് വേണ്ടാത്തതിൻ്റെ എല്ലാം മേളിൽ കൈവെക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞ് എൻ്റെയൊക്കെ തല താണു പോവുക. കർത്താവ് എത്ര കരുതലോടെയാണ് നമ്മളെയും നമ്മുടെ ഈ ഭൂമിയെയും നമ്മുടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരുന്നത്. ഇവിടെ നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ആപത്തിന് തലവെച്ച് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഭയങ്കരമായി ശ്രദ്ധിക്കണം. നമ്മളിനി ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടത്രം കളിച്ചാൽ വരാനുള്ള നേരിടാൻ നമുക്ക് സാധിക്കില്ല. കർത്താവ് കൈ നീട്ടി തരികയുമില്ല. വേണ്ടവൻ സ്വീകരിക്കട്ടെ, വേണ്ടാത്തവൻ തള്ളട്ടെ എന്ന് കർത്താവ്. കാതുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് വചനം പറഞ്ഞിട്ടില്ലേ അപ്പോസ്തലന്മാരോട്? അത് ഇതേപോലെയൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ വചനം പൂർത്തിയാക്കാണ് കേട്ടോ. എനിക്കൊന്നും തിരിയുന്നില്ല. ഇരുട്ട് പോലെയാണ്, പെരക്കാത്താകത്തക്കം ഇരുട്ട് പോലെയാണ്. അപ്പം വചനം ശ്രദ്ധിക്കുക. ഞാൻ തരുന്ന ഓരോ വചനങ്ങൾ നിങ്ങൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും വചനം ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുകയാണ്. ആ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പാലിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ ഈ പറയുന്ന വചനം കേൾക്കാനും ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരെല്ലാവരുടെയും ഭവനങ്ങളെ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. വചനങ്ങൾ മറക്കാതെ സ്വീകരിക്കുക. കർത്താവായ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഈ വചനത്തിലൂടെ ഞാൻ കൊടുത്ത ഈ വചനത്തിൽ ഇത് കേൾക്കാനും ഇത് കാണാനും ഇത് കേൾക്കാനും അവർക്കൊരു നല്ലൊരു മനസ്സുണ്ടാകണമേ. അതനുസരിക്കാൻ അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവായ യേശുമിശിയുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാക്കണമേ. കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. ഈ ഭവനങ്ങളിലും കേൾക്കുന്നവരുടെ ഭവനങ്ങളെയും കർത്താവെ നീ ഏറ്റെടുത്ത് അവരുടെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ കാത്തു പരിപാലിക്കാൻ കർത്താവെ നീ എന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കണേ. നിന്റെ ബലമുള്ള കാര്യം അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് വീണ്ടും 2 ദിവസത്തിന് ശേഷം വീണ്ടും കാണാം. എല്ലാവരും